ഞാൻ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് കാന്ത എന്ന സിനിമയാണ്, സ്റ്റാറിംഗ് ദുൽഖർ സൽമാൻ. ഇതൊരു പീരീഡ് ഡ്രാമയാണ്, സെറ്റ് ഇൻ ദ 1950s. ഞാൻ നേരത്തെ വായിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് MK ത്യാഗരാജ ഭാഗ്യവതാർ എന്നാണ്. പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ MK ത്യാഗരാജന്റെ ലൈഫിൽ നിന്ന് കുറച്ച് എപ്പിസോഡുകളാണ് അവർ എടുത്തതെന്നാണ്. ബിക്കോസ് ആളുടെ വിക്കിപീഡിയയിലെ ആളുടെ കുറിച്ച് വായിച്ചപ്പോഴും സിനിമയിൽ കാണിക്കുന്ന ഈവൻസ് ആണെങ്കിലും ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് ഇവർ സിനിമയിൽ ആഡ് ചെയ്യുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ സിനിമയുടെ കഥ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു അറഗന്റ് ആക്ടർ, ഒരു സ്റ്റബേൺ ഡയറക്ടർ, ഇവരുടെ ഫെയിം, ഇവരുടെ ലൈസ്, അവരുടെ ഈഗോ, ഇതിനൊക്കെ ഇടയ്ക്ക് പെട്ടുപോയ ഒരു ഇന്നസെന്റ് ഗേളുടെ കഥയായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സിനിമ കാണാൻ പോണതിന് മുന്നേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു വാർണിംഗ് ഉണ്ട്. വളരെ സ്ലോ മൂവിയാണ്, നല്ല ലാഗോടെയാണ്, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. സോ പേഷ്യൻസ് വേണം. 2 മണിക്കൂർ 43 മിനിറ്റ് ആണ് ഈ സിനിമയുടെ റൺ ടൈം. അത് ചിലപ്പോൾ 3 മണിക്കൂറായിട്ട് അല്ലെങ്കിൽ 3.5 മണിക്കൂറായിട്ട് തോന്നിയേക്കും, എനിക്ക് പോലും തോന്നിയതാ. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പടം ഇരുന്ന് കാണാൻ പറ്റി. അങ്ങനെ കാണാൻ പറ്റുവാണെങ്കിൽ മാത്രം കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത്. ബോറടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്ലോ മൂവീസ് ഇഷ്ടമാണെങ്കിലും ചുമ്മാ വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാവുന്ന ഒരു സിനിമയാണ്. എനിക്ക് സ്ലോ മൂവീസ് വളരെ ഇഷ്ടമാണ്. അതിന്റെ ഒപ്പം തന്നെ ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ 1950-ലാണ്. അതുകൊണ്ട് തന്നെ കാന്ത എന്ന സിനിമയുടെ ആ സെറ്റിൽ നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും അതെല്ലാം ഭയങ്കര വിഷ്വലി ഗ്രാൻഡ് ആയിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ സീൻ മുതൽ തന്നെ ഈ ഒരു സിനിമയുടെ കൂടെ തന്നെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫാന്റാസ്റ്റിക് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഇതിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആദ്യം പറയുവാണെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, ആ ഒരു കാലഘട്ടം വളരെ ഭംഗിയോടെ തന്നെ അവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ആവുകയാണ്. നമ്മൾ ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ സിനിമ കാണുന്നവരെ നമ്മളിത് കാണും. ഇതിലെ കോസ്റ്റ്യൂംസും ഇതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസസും എല്ലാം ഒരു ക്ലാസിക് വൈബാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. ജൂബിലി എന്നൊരു സീരീസ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ ഇനി പറയാം. സിനിമാറ്റോഗ്രഫി, മഹാനടി എന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫറാണ് ആൾ. ആ ഒരു പടത്തിൽ മാജിക് ക്രിയേറ്റ് പോലെ തന്നെയാണ് ഈ സിനിമയിലും മാജിക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീൻസും ലൈറ്റ് ബ്ലൂ ഇമേജസ്, പിന്നെ കുറെ മിറർ സീൻസ് ഉണ്ട്, എല്ലാം വേറെ ലെവലായിട്ടാണ് ആ ഒരു സിനിമാറ്റോഗ്രാഫർ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പഴയ കാലഘട്ടവും ഇതിൽ ആ സെറ്റിലെ ഓരോ നിമിഷങ്ങളാണെങ്കിലും വളരെ ഭംഗിയോടെ തന്നെ ആ ഒരു സിനിമാറ്റോഗ്രാഫർ ക്യാപ്ചർ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും OST ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. നല്ല പാഷനറ്റ്, നല്ല ബ്യൂട്ടിഫുൾ സ്കോറിംഗ് ആണ് ഈ പടത്തിൽ കുറെ സീൻസിൽ തന്നെ ഇതിലെ സ്കോറിംഗ് എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പാട്ടുകൾ വേറൊരു വ്യക്തിയാണ്, പാട്ടുകളും അത്യാവശ്യം സിനിമയുടെ മൂഡായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായി. ഇതിലെ കോസ്റ്റ്യൂംസ്, അതേപോലെ ഇതിലതൊരു പാട്ടില് അവരുടെ ഡാൻസ്, ആ ഡാൻസ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയോടെ, നല്ല സിങ്ക് ഉണ്ടായി, നല്ല രസം ഉണ്ടായി അത് കാണാൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫാന്റാസ്റ്റിക് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ കാന്ത എന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് ഓം ശാന്തി ഓമിന്റെ ഫസ്റ്റ് ഹാഫാണ് ഓർമ്മ വന്നത്. ഷാറുഖ് ഖാന്റെ ഓം ശാന്തി ഓമിന്റെ. അതില് ഫസ്റ്റ് ഹാഫില് നമ്മുടെ ശാന്തിയുടെ കഥ കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് ഇതിനകത്ത് കാണിച്ച പോലെ ഉണ്ട്. അങ്ങനെയാണ് തോന്നിയത്. ഞാൻ ശരിക്കും വിചാരിച്ചു ഓം ശാന്തി ഓമിന്റെ ഫസ്റ്റ് ഹാഫും ഇനി ട്രൂ സ്റ്റോറി ആയിരിക്കും. സെക്കൻഡ് ഹാഫ് ഒരു മേർഡർ മിസ്റ്ററി ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ അവർ വളരെ പതിയെ, വളരെ ഡീറ്റെയിലിങ്ങും വളരെ റെപ്പിറ്റേറ്റീവ് ആയിട്ടാണ് അവർ കഥ പറഞ്ഞെങ്കിലും സെക്കൻഡ് ഹാഫ് കുറച്ച് റഷ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പേഷ്യൻസോടെ അല്ല കഥ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ആണെങ്കിലും എനിക്ക് വർക്കായി. സിനിമാ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓഫ് അഫയേഴ്സ്, ലൈസ്, ചതികളൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പൊ കുറെ സിനിമകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ജൂബിലി എന്ന സീരീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ജൂബിലി എന്ന സീരീസ് പ്രൈമിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്ക്. അതും പഴയ കാലഘട്ടത്തെ കുറെ പ്രശ്നങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അതും ഒരു ട്രൂ സ്റ്റോറി ആയിരുന്നു തോന്നുന്നു. പിന്നെ ഓം ശാന്തിയും ആണെങ്കിലും ഇതും എല്ലാം ഈ സിനിമാ ലോകത്ത് ഒരു ഡാർക്ക് സൈഡാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്ലൈമാക്സിലെ അവരെന്താ പറയാൻ ഉദ്ദേശിച്ചതും പ്രെഡിക്റ്റബിൾ ആണ്. പടം മൊത്തത്തിൽ പ്രെഡിക്റ്റബിൾ ആണ്. ക്ലൈമാക്സ് നമ്മൾ കുറെ വട്ടം ഇതൊരു സിനിമ കണ്ടിട്ടുണ്ട്, ട്വിസ്റ്റും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും കണക്റ്റ് ആയി, എനിക്ക് വർക്കായി. പിന്നെ ഇതിലെ പെർഫോമൻസസും ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ദുൽഖർ സൽമാൻ, ആ ആക്ടറിന്റെ റേഞ്ച് ഇതിനകത്തും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പുതിയൊരു ദുൽഖർ സൽമാനാണ് ഞാൻ ഇതിനകത്ത് വീണ്ടും കണ്ടിരിക്കുന്നത്. ആ ഒരു റെട്രോ ക്യാരക്ടറായിട്ട് ജീവിച്ചു.
ഇതിനകത്ത് കുറെ സീൻസിലൊക്കെ ഒരുപാട് ഇമോഷൻ കാണിക്കേണ്ട കുറെ രംഗങ്ങളുണ്ട്. അവിടെയൊക്കെ അഭിനയിച്ചു വെച്ച രീതി കാണണം. നല്ല രസത്തോടെ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും നല്ല നല്ല ഒരു വെറൈറ്റി റോളുകൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭാഗ്യശ്രീ ബോസിനെ ശരിക്കും ഞെട്ടിച്ചിട്ടോ. ഞാൻ കിങ്ഡം എന്ന സിനിമ കണ്ടിട്ടുണ്ട്, രവി തേജയുടെ ഒപ്പമുള്ള സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു അത്യാവശ്യം അഭിനയിക്കാനുള്ള ഒരു ആക്ട്രസിന്റെ റോള് കിട്ടുമെന്നും നന്നായിട്ട് ചെയ്യുമെന്നും ഒട്ടും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് എപ്പോഴും ഒരു ഐ ക്യാൻഡി ആയിട്ട് നിൽക്കാനുള്ള പ്ലാൻ ആയിരിക്കും. പക്ഷെ അല്ല, ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ഞെട്ടി. നല്ല സുന്ദരിയായിരുന്നു, കണ്ണുകൾ നല്ല ഭംഗിയായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാവം തോന്നും. സമുദ്രകനി ആസ് യൂഷ്വൽ ലെവ്ഡസ് ക്യാരക്ടർ എന്ത് കൊടുത്താലും സമുദ്രകനി നല്ല ഭദ്രമായിട്ട് തന്നെ ചെയ്യും. ഇനി ആയതൊരാളുടെ ഒരു മോശം പ്രകടനം ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ രവീന്ദ്ര വിജയ് ഇതിനകത്ത് ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അങ്ങനെ ഓർത്തിരിക്കാനുള്ള റോളായിട്ട് തോന്നിയില്ല, എന്നാലും ഡീസെന്റ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റും വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ തോന്നിയ ഒരു കാര്യം, ഡെബ്യൂ ഡയറക്ടർ സെൽവമണി നല്ല വിഷ്യൻ ഉള്ള ഡയറക്ടറാണ്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റോറിയും ആയിരുന്നു. പക്ഷെ നല്ല ഫ്ലോസ് ഉണ്ട്, ഇനിയും കുറെ ബെറ്റർ ആവാനുണ്ട്, എസ്പെഷ്യലി റൈറ്റിംഗിൽ. ഓവറോൾ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പീരീഡ് ഡ്രാമയാണ് കാന്ത. നല്ല പേഷ്യൻസ് ഉണ്ട്. സ്ലോ മൂവീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ട്രൈ ദിസ് മൂവി. ഒരു ഡീസെന്റ് എൻഗേജിങ് മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ വർക്കും ഇതിന്റെ പെർഫോമൻസസും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡും ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയുക.